വഹാബികളിലാണ് മാറ്റമുണ്ടായത്. അത് ഹുസൈൻ സലഫി പറഞ്ഞ മാതിരി കേവലം ബടായി പറഞ്ഞു പോകല്ല. വഹാബികൾ പണ്ടെന്താ പറഞ്ഞത്, ഇപ്പെന്താ പറഞ്ഞത് എന്ന് സഹോദരന്മാരെ രണ്ടും കേൾപ്പിച്ചു കണ്ടാണ് ഞാൻ മാറ്റണ്ട് എന്ന് പറയുന്നത്. വഹാബികൾ ഈ ആയത്തിന് മുമ്പ് പറഞ്ഞ തൗഹീദ് ഏതാണ്, ദുആ ഏതാണ്? മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്താണ് പ്രാർത്ഥന തുടങ്ങേണ്ടത് എന്നാണ്. അതൊരു മുജാഹിദ് മൗലവി എന്നെ പറയാണ്. മെഡിക്കൽ കോളേജ് വരെ വാപ്പാനെ കൊണ്ടുപോയി ധർമാസ ഒത്തിരി ജില്ലാ ഹോസ്പിറ്റൽ ഇവിടെയൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ മേലക്ക് വിട്ടു. ഇനി മെഡിക്കൽ കോളേജിലെ ആശ്രയമുള്ളൂ. അവിടെ പരിശോധിച്ച് ഡോക്ടർമാർ കുറെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. പിന്നെ അവസാനം സൂചി കുത്താൻ സ്ഥലമില്ലാതെ ശരീരത്തിലായപ്പോ ഡോക്ടർമാർ പറഞ്ഞു, ഇനി നിങ്ങൾ തൊട്ടടുത്ത് ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ. അതെന്തിനാ? മെഡിക്കൽ കോളേജ് കിട്ടാത്ത മരുന്ന് ധർമാശുപത്രി കിട്ടാനല്ല, പിന്നെ ബാപ്പാക്കിഞ്ഞ് ഓക്സിജൻ കൊടുത്ത് കിടത്തിയാൽ മതി, അസ്രായേൽ വരോണം. അപ്പൊ ഒപ്പം നിൽക്കണ ആക്ക് കഞ്ഞുണ്ടായി കൊടുക്കാൻ എടുത്തുള്ള ഒരു ഹോസ്പിറ്റലാ നല്ലത് എന്ന നിലക്കാൻ മൗലവി പറയണം. അങ്ങനെ ബാപ്പ കുഴിയിലേക്ക് കാല് നീട്ടുമ്പോഴാണ് ഡോക്ടർമാർ ഇനി ഞങ്ങളെ കൊണ്ട് കഴിയൂല എന്ന് പറയുമ്പോഴാണ് അള്ളാനോട് ദ്വാരക്കേണ്ടത്. ഇതാണ് വഹാബികളുടെ അന്നത്തെ തൗഹീദ്. അത് കേട്ടോളൂ. അറിയാലോ, ഒരു ഡോക്ടറെ കൊണ്ടുപോയി നമ്മള് ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ മകളെ. ഇപ്പൊ ഡോക്ടർമാരൊക്കെ കഴിയുക, അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതമൊന്നുമില്ല. ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ, മുഹമ്മദ് ഡോക്ടർ അങ്ങനെ. അവർ പറയും എന്ത്, ഞങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു. ഇനി നിങ്ങൾ ദൈവത്തോട് പറയും. അപ്പൊ മനുഷ്യന്റെ കഴിവ് അസ്തമിക്കുന്നിടത്ത് നിന്നാണ് പ്രാർത്ഥന. അപ്പൊ മനുഷ്യന്റെ കഴിവ് അവസാനിക്കുമ്പോഴാണ് വഹാബികൾ ദ്വാരക്കുക. എന്നാ അള്ളാഹ് പറഞ്ഞതോ അന്നൽ ഖുവ്വത്തുലില്ലാഹി ജമീആ. കഴിവൊക്കെ അള്ളാക്ക. നിങ്ങൾ പാരസിറ്റാമോൾ കുടിക്കുമ്പോ തന്നെ ദ്വാരക്കണം കേട്ടോ. ജില്ലാ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ദ്വാരക്കണം കേട്ടോ. മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴും ദ്വാരക്കണം. അവിടുന്ന് റഫർ ചെയ്ത് ധർമാസത്രിയിൽ എത്തോളം നിൽക്കരുത് കേട്ടോ. ഇതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. വഹാബികൾ പറഞ്ഞു, അല്ല, മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കുമ്പോ അതുവരെ ഡോക്ടർമാരുടെ ഏർപ്പാടും കഴിവുമാണ്. ഇതായിരുന്നു വഹാബികളുടെ അന്നത്തെ തൗഹീദ്, പണ്ടത്തെ തൗഹീദ്. എന്നാൽ ഇപ്പോ അതേ മുജാഹിദുകളിൽ നിന്ന് ഈ ഹുസൈൻ സലഫിന്റെ മുജാഹിദീങ്ങൾ നേരെ ഉൾട്ട പറയാണ്. എന്താ ഹുസൈൻ സലഫി പറഞ്ഞത് അറിയോ? ദുന്യാവും നമ്മൾ ആരോടും ചോദിക്കാൻ പാടില്ല, ആഖിറം ചോദിക്കാൻ പാടില്ല. മനുഷ്യന്റെ കഴിവുപ്പെട്ടതും അള്ളാനോടെ ചോദിക്കാൻ പാടുള്ളൂ, അല്ലാത്തതും അള്ളാനോടെ ചോദിക്കാൻ പാടുള്ളൂ എന്ന് ഹുസൈൻ സലഫിന്റെ ഗ്രൂപ്പ് പറയണം. എന്താ പറയാൻ കാരണം എന്നറിയങ്ങള്? മുജാഹിദീങ്ങളിൽ നിന്ന് സുന്നിയാളോട് ഖണ്ഡനത്തിനും വാദപ്രതിവാദത്തിനും വന്നിരുന്ന മുജാഹിദുകൾക്കാണ് ഈ ജിന്നു മുജാഹിദ് എന്ന് പറയാ. അപ്പൊ നമ്മളോട് ഈ സംവാദനൊക്കെ വെന്നീന്റെ ഒരു മെച്ചം ചൂരുമാണൊക്കെ വഹാബികളൊക്കെ ഇങ്ങനെ കിട്ടിയും കൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ടില്ലെങ്കിലും മാറ്റം ഇവിടെയാണ്. യഥാർത്ഥത്തിൽ മുജാഹിദീങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏത് വിഷയത്തിലും പടച്ചറബിനോടല്ലാത്ത തേട്ടമില്ല. അങ്ങനെയല്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് ബാപ്പാന ഡോക്ടർ മടക്കോളം ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു റോളില്ല. അവിടെ നിങ്ങളെ ദൈവം ഡോക്ടർ തന്നെയാണ്. അവിടുന്ന് മടക്കുമ്പോഴാണ് ദുആ എന്നാണ് നിങ്ങളെ പണ്ടത്തെ തൗഹീദ്. എന്താ മനുഷ്യ കഴിവിന്റെ അപ്പുറമുള്ള അല്ലാണ്ട് മാത്രം. മർക്കസുദ്ദേവല്ല, സകല മുജാഹിദീങ്ങളും ഒരു കാലത്ത് അങ്ങനെയാ പറഞ്ഞിനി. അതിനെതിരാ പേരോട് ഉസ്താദ് ഖണ്ഡനം നടത്തിയത്. അതിനെതിരാണ് ചെറിയ പി ഉസ്താദ് ഖണ്ഡനം നടത്തിയത്. ഇപ്പോ അന്ന് ഞങ്ങൾ പഠിപ്പിച്ച ആശയപ്പങ്ങൾ പറയുന്നുണ്ട്. ചോദിക്കണം. അതിപ്പോ തുടങ്ങിയതാണ്. പണ്ട് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കോളം ദൈവത്തോടുള്ള പരിപാടി ഇല്ല. അവിടെ അബദ്ധം പറ്റിയത് അനിമതിന് പറഞ്ഞെന്താ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിന് അതീതമായത് അല്ലാഹുവിനെ മാത്രമേ ചോദിക്കുള്ളൂ എന്നാണ്. ഇത് അലിമദനി മാത്രം പറഞ്ഞല്ല, സകല മദനിമാരും മൗലവിമാരും ഒരു കാലത്ത് അങ്ങാടിയിലൂടെ വിളിച്ചു പറഞ്ഞ വിവരക്കേടാണ്. അതാണ് ബാലുശ്ശേരിയുടെ ആ ക്ലിപ്പിലുള്ളത്. അതിൽ നിന്ന് ഞങ്ങളെ വാദപ്രതിവാദം ഖണ്ഡനം കൊണ്ട് പേരോട് ഉസ്താദിനെ പോലുള്ളവരുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ മാറി ഹുസൈൻ സലഫി. ഇങ്ങനെയാണ് മാറിയത് പറയേണ്ടത്. പഴയത് എങ്ങനെയായിരുന്നു, പുതിയത് എങ്ങനെയായിരുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ആരെങ്കിലും എവിടെയെങ്കിലും ഛർദിച്ചാല് അച്ചേലേക്ക് കൊണ്ടുവന്ന് കണ്ടോ പേരോട് മാറി ഇതുപോലെ പടിയും വന്ന് ഛർദിക്കരുത്. അങ്ങനെയാണ് പറയേണ്ടത്. അല്ല, അലിമദനിന്റെ ഇവിടെ പരപ്പനങ്ങാടി കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്നത് എന്താ അർത്ഥം? മനുഷ്യ കഴിവിന് അപ്പുറമുള്ളതൊക്കെ അള്ളാഹിനോട് മാത്രം. തഫ്സീറൊക്കെ പരിശോധിച്ചാലോ എല്ലാം അള്ളാഹിനോട് മാത്രം എന്നാണ്. മനുഷ്യനെ ഇപ്പുറത്തുള്ള അല്ല വേണ്ടേ, അതിനല്ല വേണ്ടേ, എല്ലാത്തിനും പഠിച്ചോമാണ് പറയട്ടെ. മനുഷ്യ കഴിവിന് അപ്പുറമുള്ളത് പടച്ചറബിനോട് മാത്രമേ ചോദിക്കൂ എന്ന് പറഞ്ഞ
തെറ്റായ ആ ഒരു ആശയം. അതാണ് ആ ആശയത്തിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ മൗലവി പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിന്ന് ബാപ്പാനെ മടക്കുമ്പോഴാ അള്ളഹാനോട് ദ്വാരക്കേണ്ടത്. അത് അദ്ദേഹം പ്രസംഗിച്ച ഭാഗം കേൾക്കാം, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക അതല്ല ശരി, അതല്ല വസ്തുത. ശ്രദ്ധിക്കാം നമുക്ക്. മനുഷ്യ കഴിവിന്റെ അപ്പുറത്ത് നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ. മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് റബ്ബിനോട് മാത്രമേ സഹായം തേടുള്ളൂ. അതാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കഴിവ് അവസാനിച്ചു. ഇനി സൂചി കുത്താൻ നരമ്പ് കിട്ടാല്ല, ഇനി ഗ്ലൂക്കോസ് കയറ്റാൻ എവിടെ നരമ്പ് ബാക്കിയില്ല. അതുകൊണ്ട് നമ്മളെ കൊണ്ട് ഇനിയൊന്നും കഴിയൂല എന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ദ്വാരക്കേണ്ടത് എന്നുള്ള വിവരക്കേട് ബാലുശ്ശേരിയാ പറഞ്ഞത്. ഒരു കാലത്ത് എല്ലാ മുജാഹിദും പറഞ്ഞു ഇനി തൗഹീദ് ഇതാണ്. ഇപ്പോ പേരോട് ഉസ്താദിനെ പോലുള്ളവരുടെ ഗണ്ണനം കൊണ്ട്, നാദാപുരം ഗണ്ണനം കൊണ്ട് വഹാബികളാണ് മാറിയത്. കണ്ടോ, മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് റബ്ബിനോട് മാത്രമേ തേടുള്ളൂ. അല്ല കൂട്ടരെ, മനുഷ്യന്റെ ഏത് കഴിവ് ഉപയോഗിക്കുമ്പോഴും അവിടൊക്കെ റബ്ബിനോട് തേട്ടമുണ്ട്. അതാണ് ഇത് ഞങ്ങൾ പഠിപ്പിച്ചെന്നതാണ്, നിങ്ങൾ മാറിയതാണ്. എന്നാൽ അപ്പുറത്ത് നിങ്ങളിലേക്കൊന്നും മാറിയിട്ടില്ല എന്നത് വസ്തുതാപരമായ തെളിയിക്കുന്നത്. ഇനി മൗലവി ഇപ്പൊ എന്താ പറഞ്ഞത് അറിയോ? ഒരു കാര്യവും അള്ളഹാനോടല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഇതേ മൗലവിക്ക് ഒരു കാലത്തുള്ള വിശ്വാസം ഇതല്ല, പാരസിറ്റാമോള് അള്ളഹാനോട് ചോദിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നതാണ്. അള്ളാഹുവേ എനിക്കൊരു പാരസിറ്റാമോള് വേണമെന്ന് ഒരാൾ പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു. കാരണം എന്താ? അത് ദുന്യാവിന്റെ വിഷയമാണ്, അത് ഡോക്ടറുടെ കഴിവുപ്പെട്ടതാണ്. അത് നമ്മൾ ധർമാസുത്രിയിലേ ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ള വിവരക്കേടായിരുന്നു ഇതേ മൗലവിക്കുണ്ടായിന്. പഠിച്ചോനെ എനിക്കൊരു പാക്കറ്റ് പാരസിറ്റമോൾ വേണം എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? പറ്റൂതല്ലോ. ആ കാഫിറോ അള്ളാനെ പരിഹസിക്കണം. കണ്ടങ്ങള് അള്ളഹാനോടാണ് എല്ലാം ചോദിക്കേണ്ടത് എന്ന് ഇപ്പൊ പറയണ മൗലവി. ദുന്യാവും അള്ളഹാനോടാ ചോദിക്കേണ്ടത്, ആഖിറവും അള്ളഹാനോടാ ചോദിക്കേണ്ടത് എന്ന് പറയണ ഇമ്മൗലവി നേരത്തെ പറഞ്ഞത് പാരസിറ്റാമോള് അള്ളഹാനോട് ചോദിക്കാൻ പാടില്ല, കാഫിറാവുന്നാണ്. എന്നാൽ അന്നും പേരോട് ഉസ്താദ് പറഞ്ഞത് എന്താണ്? അള്ളാഹുവേ എനിക്കൊരു ചായ വേണം എന്നൊരാൾ പറഞ്ഞാൽ അതുകൊണ്ട് കാഫിറാവുന്നാണോ? അല്ല. അതിന്റെ അർത്ഥം എന്താണ്? ചായ കിട്ടാനുള്ള വഴികൾ ഉണ്ടാകണം, അതിനുള്ള സാഹചര്യം ഉണ്ടാകണം, അതിനുള്ള കഴിവ് വേണ്ടിടത്ത് അള്ളാഹു നൽകണം എന്നാണ് ആ ചായ വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പേരോട് ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരാൾ എന്ത് ചെയ്തു? ഒരാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അള്ളാഹുവേ നല്ലൊരു ചായ വേണേന്ന്. അതാണ്. ഇനി ഒരു പാരസെറ്റാമോൾ വേണേന്നായാലും കുഴപ്പമില്ല. അർത്ഥം എന്നാ? അല്ല കാറ് നിർത്തണോന്നാ? അല്ല. അല്ല കേസ് കൊടുക്കണോന്നാ? അല്ല ഈ അടുക്കളയിൽ എടുത്തിട്ട് ചായ വേണോന്ന് പറയണോന്നാ? അല്ല ചായപ്പൊടിയും പഞ്ചായത്തൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കണോന്നാ? അതിന്റെ അർത്ഥം ഒന്നുമല്ല, എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കുതിർത്തും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേ. അതാണ്. അടച്ചോനെ എനിക്കൊരു പാരസെറ്റാമോൾ വേണമെന്ന് പറഞ്ഞാലും ഇതേ അർത്ഥമാണ്. ഇങ്ങനെ അള്ളാഹുവിനോട് ബന്ധപ്പെട്ട് നമ്മൾ തേടുന്നത് ദുആആണ്. വഇയ്യാക നസ്തഈൻ. കഴിവിന്റെ പരമാധികാരി സൃഷ്ടാവ് എന്ന നിലക്ക് അള്ളാഹിനോടാണ് ദുന്യാവും ആഖിറവും നമ്മൾ തേടുന്നത്. എന്നാൽ അഭൗതികമായ വിഷയങ്ങളില് മാത്രമേ അള്ളാഹുവിനോട് തേടേണ്ടതുള്ളൂ എന്നൊരു കാലത്ത് പ്രസംഗിച്ച വഹാബികള് ഇപ്പൊ പ്രത്യക്ഷത്തിലെങ്കിലും പറയുന്നു അല്ല, ദുന്യാവും അള്ളാഹിനോടാ തേടേണ്ടത്. ഈ മാറ്റം ഞങ്ങളുടെ ഉസ്താദുമാരുടെ പ്രബോധനം കൊണ്ട് നിങ്ങൾക്കുണ്ടായി എന്നല്ലാതെ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ വിശ്വാസത്തിൽ മാറ്റം വന്നിട്ടില്ല. പേരോട് ഉസ്താദ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് ഇന്നതായിരുന്നു എന്ന് മെഡിക്കൽ കോളേജ് വിഷയം ഞാൻ നെട്ട് കേൾപ്പിച്ചതുപോലെ പേരോട് ഉസ്താദ് നേരത്തെ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞതിനെതിരായ ക്ലിപ്പ് എവിടെ മൗലവിമാര്? അല്ല, പേരോട് ഉസ്താദ് ഇപ്പൊ കുറച്ചൊക്കെ മാറി നന്നായിട്ടുണ്ടോ എങ്കിൽ ഇപ്പറഞ്ഞത് വഹാബികൾക്കൊക്കെയാണോ? ഇടപെടലുണ്ടാകണേ എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുമോ? ഔലിയാക്കളെ വിളിക്കാൻ പറ്റുമോ? ഹുസൈൻ സലഫി അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞതല്ലേ. പറ്റില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് പറയാൻ മാത്രം സ്വീകാര്യമായ എന്ത് ചേഞ്ചാണ്, എന്തിലാണ് പേരോട് ഉസ്താദിനുണ്ടായത് എന്നൊന്ന് വിശദീകരിക്കുമോ മൗലവി?